ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് കോമിക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് കാണാൻ പോകുന്നത് സിവിൽ വാർ ഇഷ്യൂ 2 ആണ്. സോ ഇഷ്യൂ 1 ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. സോ ഇഷ്യൂ 2 തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ആരുടെ സൈഡ്? സോ അത് നിങ്ങൾ മനസ്സിൽ തന്നെ വെച്ചോളൂ. നമുക്ക് കോമിക്കിലേക്ക് വരാം. സോ അതിന് മുമ്പേ നമുക്ക് ഫസ്റ്റ് ഇഷ്യൂവിൻ്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ കാണാം. ന്യൂ വാരിയസ് എന്ന് പറയുന്ന ഒരു സിവിൽ സൂപ്പർ ഹീറോസിൻ്റെ ടീം ഒരു അബദ്ധം കാണിക്കുന്നു. സോ ആ അബദ്ധം കാരണം ഏകദേശം 600ഓളം സിവിലിയൻസ് മരിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സൂപ്പർ ഹീറോസിന് മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. സൂപ്പർ ഹീറോസ് എല്ലാവരും ഗവൺമെൻറ്റിന് താഴെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാണ് ആ ആശയം അവർ വെച്ചത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സൂപ്പർ ഹീറോസ് എല്ലാവരും പോലീസിനെ പോലെ ഒരു ബാഡ്ജായിട്ട് ഗവൺമെൻറ്റിൻ്റെ താഴെ ജോലി ചെയ്യണമെന്ന് ഗവൺമെൻറ് ഒരു രജിസ്ട്രേഷൻ ആക്ട് കൊണ്ടുവരുന്നു. ഇതിനെ നമ്മുടെ അയൺമാൻ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ ക്യാപ്റ്റൻ അമേരിക്ക ഇതിനെ അക്സെപ്റ്റ് ചെയ്യാതെ അവിടുന്ന് എസ്കേപ്പ് ആയി പോവുകയാണ്. സോ അതോടെയാണ് ഇഷ്യൂ 1 അവസാനിക്കുന്നത്. സോ ഇഷ്യൂ 2 നമുക്ക് തുടങ്ങാം. സോ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ഒരു സീക്രട്ട് അവഞ്ചേഴ്സ് ഫോം ചെയ്യുന്ന മാത്രമല്ലാതെ അവിടെയുള്ള എല്ലാ സൂപ്പർ വില്ലൻസിനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് അത് ഡയറക്റ്റായിട്ട് തന്നെ ഷീൽഡിനെ വിളിച്ച് അറിയിക്കുന്നു. സോ ഷീൽഡിൻ്റെ സോൾജേഴ്സൊക്കെ പോയി അവിടെ നോക്കിയപ്പോൾ ആദ്യം 2 പേരാണ് കെട്ടിയിട്ടിരുന്നത്. വോൾച്ചർ ആൻഡ് ഗ്രീൻ ഡിമ്മർ എന്ന് പറഞ്ഞ 2 പേരാണ് കെട്ടിയിട്ടിരുന്നത്. സോ വോൾച്ചർ പറഞ്ഞു, നിങ്ങൾ ലേറ്റായിട്ടാണ് വന്നത്. അവൻ വന്ന് ഞങ്ങളെ അടിച്ചിട്ട് കെട്ടിയിട്ടിട്ട് പോയി. ടെക്നിക്കലായിട്ട് നോക്കിയാൽ നിങ്ങൾ അവനല്ലേ പിടിക്കേണ്ടത്. സോ സൂപ്പർ വില്ലൻസ് പറഞ്ഞ് ഞങ്ങളെ പിടിക്കാൻ വന്നിരിക്കുകയാണോ? അപ്പോൾ ആ സോൾജർ, മാം മൊത്തം എത്ര പേരാണെന്നാണ് പറഞ്ഞത്? 7 8 15 പേർ. 15 പേർ, അതും 72 മണിക്കൂർ. ഇത് ക്യാപ്റ്റൻ അമേരിക്കയെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് സാധിക്കത്തില്ല. മിക്കവാറും ക്യാപ്റ്റൻ അമേരിക്ക ഒരു ടീമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്താ ഇപ്പോൾ സീക്രട്ട് അവഞ്ചേഴ്സ് കളിക്കുകയാണോ എന്ന് മരിയ ഹിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം ഫുള്ളും ക്യാപ്റ്റൻ അമേരിക്കയെ കുറിച്ചുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക രജിസ്ട്രേഷൻ ആക്ട് പേടിച്ച് ഒളിച്ചോടിപ്പോയി. രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ വന്നു. സൂപ്പർ ഹീറോസൊക്കെ ഇനി ഗവൺമെൻറ് തന്നെ ജോലി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് എഡിറ്റേഴ്സ് ന്യൂസ് പേപ്പർ ഫുള്ളും എഴുതി മറിക്കുകയാണ്. രജിസ്ട്രേഷൻ ആയിട്ട് നിലവിൽ വരാൻ ഇനി 7 ദിവസമുണ്ട്. അതിനുള്ളിൽ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് സ്വയബോധം വന്ന് രജിസ്ട്രേഷൻ ആക്ടിൽ ഒപ്പിട്ട് തിരിച്ച് അവഞ്ചേഴ്സിൽ ജോയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് റിപ്പോർട്ട്സും വന്നു തുടങ്ങി. മറുവശത്ത് അയൺമാന്റെ നേതൃത്വത്തിൽ ഷീ ഹൾക്ക്, മിസ്റ്റർ ഫാന്റാസ്റ്റിക്, ഹാങ് പിങ് എന്നിവരുടെ ഒരു കുട്ടി ടീം അവിടെയുള്ള സൂപ്പർ വില്ലൻസിനെയൊക്കെ പിടിച്ച് കെട്ടിയിടാൻ തുടങ്ങി. സോ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ ഇവരെ പുകഴ്ത്താനും പാരാട്ടാനും പ്രശംസിപ്പിക്കാനും തുടങ്ങി. അപ്പോൾ അയൺമാൻ പറഞ്ഞു, കണ്ടോ, നമ്മളിപ്പം ഗവൺമെൻറ് താഴെ ജോലി ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് നമ്മളിൽ കൂടെയുള്ള വിശ്വാസം തിരിച്ചു വരികയും നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ സൂപ്പർ ഹീറോസിനെ ജനങ്ങൾ വീണ്ടും ഇഷ്ടപ്പെടുകയും തിരിച്ച് സൂപ്പർ ഹീറോസിന്റെ മേലുള്ള വിശ്വാസം തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഷീ ഹൾക്ക് അയൺമാനോട് ചോദിച്ചു, സോ നമ്മളിപ്പോൾ ഷീൽഡിന്റെ താഴെ ജോലി ചെയ്യുന്ന ഒരു ബാഡ്ജ് പോലെയാണ്. സോ നമുക്കിനി സൂപ്പർ ഹീറോ എന്ന് പറയാനുള്ള അർഹതയുണ്ടോ? അപ്പോൾ അയൺമാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നമ്മളെപ്പോഴും സൂപ്പർ ഹീറോസ് തന്നെയാണ്. ഷീൽഡ് എന്ന് പറയുന്നത് നമ്മളിടുന്നത് ചെറിയ വേഷം മാത്രമാണ്. അപ്പം മറുവശത്ത് നിന്ന് ടൈഗർ ചോദിക്കും, വേഷമോ? അപ്പം ഈ വേഷം നമ്മൾ ഇനി എത്ര കാലം ഇടണം? അയൺമാൻ, ജീവിതകാലം ഫുള്ളും. നോക്കൂ, ഈ ജനങ്ങൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. കാരണം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ താഴെ ജോലി ചെയ്യുമ്പം അവർക്ക് നമ്മളുടെ മേലിൽ ഒരു വിശ്വാസമുണ്ട്. സോ നമ്മൾ ഈ പോരാടുന്നത് ഈ ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടിയാണ്. സോ അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ വേഷം ഇടുന്നതിൽ ഒരു തെറ്റുമില്ല. സോ മറുവശത്ത് വേസ്റ്റ് ബിൽഡിങ്ങിൽ നമ്മുടെ റീഡ് ഏതോ ഒരു വിഷയത്തിൽ തീവ്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സൂസൻ സ്ട്രോം വന്ന് ചോദിക്കും, എന്താ റീഡ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ റീഡ് പറയും, സു അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ അയൺമാൻ ഇല്ലേ, അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവൻ്റെ പക്കൽ ഏകപ്പെട്ട ഐഡിയാസ് ഉണ്ട്. സോ ഇപ്പം ഹാങ് പിങ്ങിനെ കൂടെ ചേർത്ത് 2 പേരും ജെറ്റ് വേഗത്തിലാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കോൺസെപ്റ്റ് ഐഡിയാസ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് 42 ഇല്ലേ, ഇതും അയൺമാൻ്റെ ഐഡിയ ആണ്. നിനക്ക് കേൾക്കണോ? എൻ്റെ അടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ ഇത് ക്ലാസിഫൈഡ് ആയിപ്പോയി. നിനക്കിനി എന്തൊക്കെയാണ് പരിപാടി? അപ്പം സൂസൻ സ്ട്രോം പറയും, സോ എനിക്കിപ്പം ജോണീനെ ആരേക്കും അടിച്ച് ഹോസ്പിറ്റലാക്കിയിട്ടിരിക്കുകയാണ്. സോ അവനെ കാണാൻ പോകണം, നീ എൻ്റെ കൂടെ വരുന്നു. അപ്പോൾ റീഡ് പറയും, എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഞാൻ ജോണിയെ തിരക്കെന്ന് പറയണേ. നമ്മൾ സു അവിടുന്ന് വിഷമത്തോടെ നടന്നു പോകുന്നു. ഇതുവരെ ഡെയിലി ബുക്കുകളിൽ നമ്മുടെ ജെ ജെയിംസൺ ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം ഇതുവരെ സൂപ്പർ ഹീറോസിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ സീക്രട്ട് ഐഡന്റിറ്റി വെച്ചായിരുന്നു. ഇപ്പോൾ സൂപ്പർ ഹീറോസ് എല്ലാം അവരുടെ സീക്രട്ട് ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് ഗവൺമെന്റിന്റെ താഴെ ജോലി ചെയ്യുമ്പോൾ അവരിനി എങ്ങനെ കുറ്റം പറയും? അങ്ങനെ ചെയ്താൽ ഗവൺമെന്റിനെ എതിർക്കുന്നു എന്നായിരിക്കും. ഇങ്ങനെ എല്ലാവരും നന്നായി തുടങ്ങിയാൽ നമ്മൾ എങ്ങനെ ഈ ന്യൂസ് പേപ്പർ ചാനൽ റൺ ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പിറകിൽ നിന്ന് ഒരാൾ ചോദിച്ചു, വെൽ, നിങ്ങൾ ഇതിനു വേണ്ടിയല്ലേ ഇത്ര കാലം പോരാടിയത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരെല്ലാവരും എല്ലാ സൂപ്പർ ഹീറോസും ഇതിന് സൈൻ ചെയ്യുമെന്ന്? സോ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇതിന് സൈൻ ചെയ്യും, ബുദ്ധിയില്ലാത്തവർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പം നമ്മുടെ സ്പൈഡർമാൻ അതുവഴി പറന്നു പോകുന്നു. പിന്നെ സ്റ്റാർക്കിൻ്റെ പെൻറ്റ് ഹൗസിൽ സ്റ്റാർക്കും ഹാപ്പിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സോ ഇനി 20 മിനിറ്റിൽ മൊത്തം രജിസ്ട്രേഷൻ ആക്റ്റും നിലവിൽ വരും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുവോ? സത്യത്തിൽ ഇത് നല്ല കാര്യമാണോ എന്ന് ചോദിക്കുന്നു. യെസ്,
നല്ല കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ 38 പേർ സൈൻ ചെയ്തു കഴിഞ്ഞു. വിചാരിച്ചതും അത്രയും പേർ സൈൻ ചെയ്തെങ്കിലും എഗെയിൻ ക്യാപ്റ്റൻ അമേരിക്ക ഇപ്പോഴും തെറ്റ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം തെറ്റ് ചെയ്യാതിരുന്നാൽ മതി എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കവേ പാതിരാത്രി തന്നെ രജിസ്ട്രേഷൻ ആയിട്ട് നിലവിൽ വരുന്നു. സോ അങ്ങനെ ഗവൺമെൻറ്റിന് താഴെ ജോലി ചെയ്യാത്ത എല്ലാ സൂപ്പർ ഹീറോസിനെയും പിടിക്കാൻ ഗവൺമെൻറ് ഉത്തരവിടുന്നു. അങ്ങനെ നമ്മുടെ ഷീൽഡ് റോഗായിട്ടിരിക്കുന്ന എല്ലാ സൂപ്പർ ഹീറോസിനെയും ഓരോരുത്തരായി പിടികൂടാൻ ആരംഭിക്കുന്നു. സോ ഷീൽഡ് ആദ്യം പിടികൂടാൻ നോക്കുന്നത് നമ്മൾ പേട്രിയറ്റിനെയാണ്. സോ പേട്രിയറ്റ് അവിടെ നിന്ന് ഭയങ്കര വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നെങ്കിലും നമ്മൾ ഷീൽഡ് വിടാതെ പിന്തുടരുന്നുണ്ട്. സോ ഷീൽഡിൻ്റെ ഒരു സോൾജർ, മാം ഇവൻ ഭയങ്കര വേഗത്തിനാണ് ഓടുന്നത്, മയക്കമെന്ന് വെച്ച് വെടിവെക്കാൻ ഉത്തരവ് തരുമോ? അപ്പം നമ്മുടെ മരിയ ഹില്ല് പറയും, സോ വെടിവെച്ചോളൂ, പക്ഷേ വളരെ കുറച്ച് മതി, അവർ നമുക്ക് ജീവനോടെ തന്നെ വേണം. സോ അങ്ങനെ അവിടുത്തെ സോൾജേഴ്സൊക്കെ നമ്മൾ പേട്രിയറ്റിനെ വെടിവെക്കുന്നെങ്കിലും നമ്മളെ പേട്രിയറ്റിൻ്റെ ശരീരം ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ആ ബുള്ളറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ പേട്രിയറ്റ് ഓടിപ്പോയി ഒരു ബിൽഡിങ് ചാടി കയറുന്നു. അപ്പം ഷീൽഡിലെ ഒരു സോൾജർ ആണെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ള ഫോം അവിടെ എടുത്തിടും. സോ ആ ഫോം കാരണം ആ ബിൽഡിങ് കുറേശ്ശെ തകരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പേട്രിയറ്റ് അവിടെ നിന്ന് വിളിച്ചു പറയും, ഞാൻ സീരിയസ് ആയിട്ട് ഇവിടെ അകപ്പെട്ടിരിക്കുകയാണ്, സോ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ അവിടെ നിന്നൊരു സോൾജർ പറയും, ഡ്യൂഡ് നീ എന്തിനാണ് ഫോം എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട്, കണ്ടില്ലേ അവനെല്ലാം പറ്റിയെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പം മറ്റാൻ പറയും, പേടിക്കണ്ട അവനൊന്നും പറ്റത്തില്ല. സോ ഷീൽഡിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്കൊന്നും പറ്റാൻ പാടില്ല, അവരുടെ പ്രോപ്പർട്ടീസിനൊന്നും പറ്റാൻ പാടില്ല. സോ ഏകദേശം ഈ ബിൽഡിങ് മാത്രമേ നശിച്ചുള്ളൂ, സോ നമുക്ക് എന്തായാലും അതിന് പിടികൂടാൻ സാധിക്കും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും എത്തി നോക്കിയപ്പോൾ പേട്രിയറ്റ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. സോ നമ്മുടെ ന്യൂ അവഞ്ചേഴ്സിൻ്റെ താഴെ ഇരിക്കുന്ന എല്ലാ കൊച്ചു അവഞ്ചേഴ്സ് എന്ന് വെച്ചാൽ യങ് അവഞ്ചേഴ്സിനെയും വന്ന് ഷീൽഡ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതിൽ നമ്മുടെ വിക്കൻ, ഹൾക്ലിങ്, പിന്നെ സ്കോട്ട്ലാൻഡിൻ്റെ മകള് കേസി എന്നിവരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. സോ ഇതൊക്കെ തന്നെ ഡെയർ ഡെവിൽ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെയർ ഡെവിൽ പറഞ്ഞു, സോ ഇവരൊക്കെ സീരിയസ് ആയിട്ട് അകപ്പെട്ടിരിക്കുകയാണ്, സോ ഞാൻ പോയി അവരെ പോയി രക്ഷിച്ചിട്ട് വരാമെന്ന്. അപ്പം മറ്റേ പറയും, പേടിക്കേണ്ട, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും ഫോൾക്കനും ഓൾറെഡി മാറുവേഷത്തിൽ അവിടെ പോയിട്ടുണ്ടെന്ന്. അവരെ അറസ്റ്റ് ചെയ്ത ട്രക്ക് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുത്തൻ ഡ്രൈവറിൻ്റെ അടുത്ത് ഇരുന്ന ഒരുത്തൻ ഡ്രൈവറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ എത്ര വയസ്സ് കാണും, കൂടിപ്പോയ 15-17 വയസ്സേ കാണും, ഇവരെല്ലാം സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. ശരിയാ, ഇവർക്കൊക്കെ പവറുണ്ട്, പക്ഷെ ഷീൽഡ് എന്താണ് ആവശ്യപ്പെട്ടത്? ഷീൽഡിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ താഴെ ജോലി ചെയ്യുക എന്നല്ലേ ഉള്ളൂ. സോ ഗവൺമെൻറ്റിൻ്റെ താഴെ ജോലി ചെയ്താലും ഇവർക്ക് ജനങ്ങളെ സഹായിക്കാൻ സാധിക്കും. സോ അങ്ങനെ ഇവർക്ക് ഇവരുടെ പവർ നല്ല രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും. പക്ഷെ ഇവർ അതിനെ എതിർത്ത് സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കും അയൺമാനും കൂടെ ചേർന്ന് ഏതോ 42 എന്ന് പറഞ്ഞ് ഏതോ ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരിതിപ്പം സീക്രട്ടാണ് വെച്ചിരിക്കുന്നത്. ആ പ്രോജക്റ്റിനെ പറ്റി ഒരു ഹിൻറ്റും അവിടെയുള്ള ആർക്കും കിട്ടിയിട്ടില്ല, ബ്ലൂ പ്രിന്റ് പോലും അവർ കാണിച്ചു തന്നിട്ടില്ല. സോ എന്തോ ഒരു വലിയ പ്രോജക്റ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവരിപ്പം ഒരു ഹിൻറ്റ് പോലും തരാതെ പ്രോജക്റ്റ് 42 എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, നീ ഓവറായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഒറ്റ ചവിട്ടിൽ അവനെ ചവിട്ടി വെളിയിൽ കളഞ്ഞു. സോ ബാക്കി ഫോളോ ചെന്നിട്ടുള്ള എല്ലാ പോലീസുകാർക്കും അത് വലിയ ഷോക്കായിരുന്നു. സോ അവർ നെറ്റിലൂടെ നോക്കിയപ്പം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആ ട്രക്ക് ഹൈജാക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബാക്കിൽ നിന്ന് നമ്മുടെ ഫോൾക്കൻ വിക്കനോട് പറഞ്ഞു, നിന്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് പെട്ടെന്ന് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യും, പെട്ടെന്നാവട്ടെ എന്ന് പറയുമ്പോൾ പോലീസുകാരെല്ലാവരും കൂടെ തന്നെ വണ്ടി കൊണ്ടുവന്ന് ആ ട്രക്കിനെ വളഞ്ഞു ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഫോൾക്കൻ പറഞ്ഞു, നീ എന്താലോചിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് പോർട്ടൽ തുറ. അപ്പോൾ ഉടനെ തന്നെ നമ്മളെ വിക്കൻ അവൻ്റെ ഫുൾ പവർ എടുത്ത് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് ആ ട്രക്കിനെ അവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞു. സോ അവരെല്ലാവരും കൂടെ നേരെ വന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒളിത്താവളത്തിലാണ്. സോ അവിടെ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം, നമ്മളിപ്പോൾ എവിടെയാന്ന് പറഞ്ഞു. സോ എല്ലാവരും ട്രക്കിനെ വെളിയിറങ്ങിയപ്പം നമ്മളെ പേട്രിയറ്റ് വെച്ചു, നമ്മളിപ്പോൾ എവിടെയാ, ഇത് ഏതാ സ്ഥലം? അപ്പം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞു, വെൽക്കം ടു ദ റെസിസ്റ്റൻസ്. സോ ഇതൊരു ബങ്കറാണ്, ഷീൽഡിൻ്റെ താഴെയുള്ള ബങ്കർ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ നിക് ഫ്യൂരിക്കും എനിക്ക് മാത്രമേ ഉള്ളൂ ആക്സസ്. സോ നിങ്ങൾ ഒരു കാരണം കൊണ്ടും പേടിക്കേണ്ട, ഇവിടെ നമ്മളെ ചേസ് ചെയ്തിട്ട് ആരും വരത്തില്ല. സോ നിങ്ങളെല്ലാവരും റെസ്റ്റ് എടുത്തോളൂ, കാരണം നമ്മളെ തേടി ഒരു വലിയ വാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടതുകൊണ്ട് നിങ്ങളെല്ലാവരും തൽക്കാലം റെസ്റ്റ് എടുത്തോളൂ. സോ അപ്പോൾ നമ്മുടെ ടോണി സ്റ്റാർക്ക് ലൈവായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യാണ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു, പക്ഷേ ഇവരറിയാൻ വഴിയില്ല. സോ ഇവരാണ് ഫ്യൂണലിന് എൻ്റെ മുഖത്ത് കാറ് പിടിച്ച് തുപ്പിയവർ. സോ ഇപ്പോൾ രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ വന്നു, എല്ലാ സൂപ്പർ ഹീറോസും ഇനി ഗവൺമെൻറ്റിൻ്റെ താഴെയാണ് ജോലി ചെയ്യുന്നത്. സോ ഈ ആക്ട് നിലവിൽ വരാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് ഇവരാണ്. സോ അതിന് ഞാൻ ഇവരോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു.
സോ ഇതെല്ലാം തന്നെ നമ്മളെ പ്രൊഫസറിന്റെ മാൻഷനിൽ നിന്ന് വുൾവറിൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ വുൾവറിൻ ചോദിക്കുകയാണ് ഇവിടെ എന്താണ് നടക്കുന്നത്. സോ ടോണി സ്റ്റാർക്കിന്റെ ഈ ലൈവ് അനൗൺസ്മെന്റ് ലോകം ഫുള്ളും എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ തന്നെ നമ്മൾ സ്പൈഡർമാൻ അവിടെ വരെയാണ്. അപ്പം നമ്മൾ ടോണി സ്റ്റാർക്ക് പറയാണ് സോ ഇത് നമ്മുടെ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആണ്. സോ ഇവനെ നമ്മൾ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ സൂസൻ സ്ട്രോം TVയെ നോക്കിയിട്ട് നീ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കറിയാമോ, നീ തെറ്റ് ചെയ്യുകയാണ് ടോണി, നീ അവൻ്റെ സീക്രട്ട് ഐഡന്റിറ്റി റിവീൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സൂസൻ സ്ട്രോം ആ TV നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ സ്പൈഡർമാൻ ഹായ്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. ഞാൻ ഈ ആക്ടിന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ ഇത്രയും കാലം എൻ്റെ വൈഫിൻ്റെയും ആൻറ്റിയുടെയും കൂടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവർക്കൊരു ആപത്തും വരാതിരിക്കാനാണ് ഞാൻ ഈ മാസ്ക് ഇട്ടത്. സോ ഞാനിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ താഴെ തന്നെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഇനി അവർക്കൊരു ആപത്തും വരത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സീക്രട്ട് ഐഡൻറ്റിറ്റി ഞാൻ റിവീൽ ചെയ്യാൻ പോവുകയാണ്. സോ അങ്ങനെ നമ്മുടെ സ്പൈഡർമാൻ മാസ്ക് ഊരിയിട്ട് പറഞ്ഞു സോ ഹായ്, എൻ്റെ നെയിം പീറ്റർ പാർക്കറാണ്. സോ ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെ കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. സോ ഞാൻ 15 വയസ്സ് തൊട്ട് സ്പൈഡർമാനായിട്ട് ജീവിക്കുകയാണ് എന്ന് പറയുമ്പം ഈ വാർത്ത ലോകം ഫുള്ളും എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഒഫീഷ്യലി നമ്മൾ സ്പൈഡർമാൻ ആരാണ് റിവീൽ ചെയ്തിരിക്കുകയാണ്. സോ ഇത് കണ്ടതും നമ്മുടെ JJ തോമസൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ടറായ JJ തോമസൻ അവിടെ ബോധം കെട്ടി വരികയാണ്. കാരണം ഇത്രയും കാലം അദ്ദേഹത്തിനോട് ഫോട്ടോഗ്രാഫറായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ പീറ്റർ പാർക്കാണ്. സോ അവൻ തന്നെയാണ് സ്പൈഡർമാൻ എന്ന് അറിഞ്ഞപ്പം JJ തോമസിൻ്റെ ഉള്ള ബോധവും പോയി. സോ ഇപ്പം നമ്മൾ സ്പൈഡർമാൻ എല്ലാ പ്രസ് റിപ്പോർട്ട്സിൻ്റെ അടുത്തും ചോദിക്കുകയാണ് എനി ക്വസ്റ്റ്യൻസ്. സോ അതോടെ നമ്മുടെ ഇഷ്യൂ 2 തേടിയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇഷ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി വരാൻ പോകുന്ന എല്ലാ വീഡിയോസും ബ്രഹ്മാണ്ഡമായ വീഡിയോസാണ്, കാരണം ഇനിയാണ് ദ ആക്ച്വൽ ഫൈറ്റ് തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി വരുന്ന വീഡിയോസും കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സോ ഈ വീഡിയോയിൽ നമ്മുടെ വോയിസ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, കാരണം എൻ്റെ തൊണ്ട ഒന്ന് ചെറുതായിട്ട് അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് സൗണ്ട് എടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസ് ഓവർ അത്യാവശ്യമല്ല, അല്ലേലും ബോർ തന്നെയാണ്. എന്തായാലും ഈ പ്രശ്നം കുറച്ചും കൂടെ ബോറായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ക്ഷമിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ലൈക്ക് അടിക്കുക. ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അടിച്ചാൽ മതി. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമുക്കൊന്ന് വളരേണ്ട, ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഉപദേശങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും സ്വീകരിക്കാം, പക്ഷേ തീരുമാനം നിങ്ങളുടേത് മാത്രമായിരിക്കണം. നല്ലൊരു നാളേക്ക് കാത്തിരിക്കാം. നമസ്കാരം.